നമസ്കാരം. മെട്രോമാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം. ദിലീപ് കാവ്യ മാധവൻ ജീവിതം സിനിമാ കഥ പോലെയാണ്. ഏറെ ആകാംക്ഷയും ട്വിസ്റ്റും നിറഞ്ഞ ജീവിതമാണ് ഇന്നും ഇവരുടേത്. മഞ്ജുവുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തിയ ദിലീപ് അധികം വൈകാതെ കാവ്യയെ ജീവിത സഖിയാക്കി. പിന്നീടുള്ള ജീവിതം ട്വിസ്റ്റുകൾ നിറഞ്ഞതായിരുന്നു. പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് സുന്ദരമായ ജീവിതം നയിക്കുകയാണ് ഇരുവരും. മകൾ മീനാക്ഷിയും മഞ്ജു വാര്യരും ദിലീപും എല്ലാം വാർത്തകളിൽ ഇടയ്ക്കിടെ നിറയാറുണ്ട്. കാവ്യയ്ക്ക് അധികവും വിമർശനം ലഭിക്കുന്നത് ദിലീപുമായുള്ള വിവാഹശേഷം സിനിമയിൽ മാത്രമല്ല പൊതുവേദികളിലും സജീവമായിരുന്നില്ല കാവ്യ മാധവൻ. മഹാലക്ഷ്മിയെ പ്രസവിച്ച ശേഷമായിരുന്നു കാവ്യയെ പിന്നീട് ആരാധകർ ദിലീപിനൊപ്പം അല്പമെങ്കിലും കണ്ടിരുന്നത്. എന്തുകൊണ്ട് കാവ്യ പഴയതുപോലെ സജീവമാകുന്നില്ല എന്ന ചോദ്യത്തിന് മകളെ നോക്കുന്ന തിരക്കിലാണവർ എന്ന മറുപടിയായിരുന്നു ദിലീപ് നൽകിയത്. 2016 ദിലീപ് കാവ്യയെ വിവാഹം ചെയ്തത്. വിവാഹത്തിന് എല്ലാ പിന്തുണയുമായി ദിലീപിന്റെയും മഞ്ജു വാര്യരുടെയും മകൾ മീനാക്ഷിയും ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് മീനാക്ഷി അമ്മയായ മഞ്ജുവിനൊപ്പം ഒരിക്കൽ പോലും നിൽക്കാത്തത് എന്ന ചോദ്യം ഉയർന്നു വരാറുണ്ട്. ഇപ്പോൾ ദിലീപ് കാവ്യ വിവാഹം ദിവസം മീനാക്ഷി പറഞ്ഞ കാര്യങ്ങളാണ് വീണ്ടും ചർച്ചയാകുന്നത്. ദിലീപും കാവ്യയും മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മീനാക്ഷി മറുപടി പറയുകയായിരുന്നു. വളരെ സന്തോഷമേ ഉള്ളൂ എന്നും താനാണ് വിവാഹത്തെക്കുറിച്ച് അച്ഛനോട് പറഞ്ഞതെന്നുമാണ് മീനാക്ഷി പറയുന്നത്. നിങ്ങളുടെ എല്ലാം പിന്തുണയും പ്രാർത്ഥനയും സ്നേഹവുമാണ് ഞങ്ങൾക്ക് ആവശ്യം. ഞങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകാൻ നിങ്ങൾ എല്ലാവരും സ്നേഹത്തോടെ പിന്തുണയ്ക്കുക. ഞങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ പിന്തുണയാണ് വേണ്ടത്. നെഗറ്റീവ് പറയാതിരിക്കുക. എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാവുന്നതാണ്. 2-3 വർഷം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ ഞങ്ങൾക്കൊരു കൂട്ട് വേണമെന്നൊരു അവസ്ഥ വന്നപ്പോൾ എന്റെ മകളും അമ്മയും കൂട്ടുകാരും സഹോദരങ്ങളും ഒക്കെ കൂടി കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് തീരുമാനിച്ചു. 10-20 സിനിമകൾ ഒരുമിച്ച് ചെയ്തു എന്ന കുറ്റം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ എന്റെ പേരിൽ ബലിയാടായ ആളെ തന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. എന്റെ മകൾക്ക് പൂർണ്ണ സമ്മതമായിരുന്നു എന്നാണ് ദിലീപ് പറഞ്ഞത്. 8 വർഷം മുൻപുള്ള ഈ വീഡിയോയ്ക്ക് ധാരാളം കമന്റുകൾ വന്നിട്ടുണ്ട്. മഞ്ജു ചേച്ചി തനിക്ക് വേണ്ടി ഒന്നും വാദിച്ചു പറഞ്ഞില്ലെങ്കിലും ഈ കേരളം മുഴുവനും ചേച്ചിയുടെ സത്യസന്ധതയുടെ കൂടെയാണ്. അമ്മയ്ക്ക് തുല്യം അമ്മ മാത്രം. അമ്മയില്ലാതെ അമ്മയുടെ സ്നേഹത്തിനായി കൊതിക്കുന്ന ഒരുപാട് മക്കളുള്ള ലോകത്ത് അമ്മ ഉണ്ടായിട്ടും ആ അമ്മയെ മനസ്സിലാക്കാതെ ജീവിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമില്ലായ്മ. അമ്മയുടെ താലി പൊട്ടിച്ചു മറ്റൊരു പെണ്ണിന് കൊടുത്ത മകൾ ഇതൊക്കെ അറിവില്ലായ്മ കൊണ്ടാണെന്ന് അറിയാം. ഇനിയെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് ദൈവം തരട്ടെ. എനിക്ക് മീനാക്ഷിയുടെ സ്വഭാവം മനസ്സിലാകുന്നില്ല. ഇതുപോലെ ഒരു മകളെ ഒരു അമ്മയ്ക്കും കിട്ടരുത്. നല്ല മോളും നല്ല അച്ഛനും അമ്മയോട് ഒരു തരി സ്നേഹമെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ കല്യാണത്തിന് ഞെളിഞ്ഞു മുൻപിൽ കയറി നിൽക്കുമായിരുന്നോ മീനാക്ഷി? ഇനി ഇരിക്കുന്നു അനുഭവിക്കാൻ. എല്ലാം കാലം തെളിയിക്കും. ഒരമ്മയുടെ ആത്മാർത്ഥ സ്നേഹം എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ. അതേസമയം 2 വർഷമേ ആയിക്കാണു കാവ്യ മാധവൻ വീണ്ടും സമൂഹമാധ്യമങ്ങളിൽ തിരികെ എത്തിയിട്ട്. കാവ്യ എത്തും മുൻപേ തന്നെ കാവ്യ മാധവനെ വിശേഷങ്ങൾ മിക്കതും സമൂഹമാധ്യമങ്ങൾ വഴി അവരുടെ ഫാൻ പേജുകളിലൂടെ പുറത്തു വന്നിരുന്നു. കാവ്യ മാധവന്റെ ഗേൾ ഫാൻസ് ആണ് കാവ്യയുടെ ഒട്ടുമിക്ക വിശേഷങ്ങളും പങ്കിട്ടത്. വർഷങ്ങളോളം സോഷ്യൽ മീഡിയയിൽ നിന്നും വിട്ടുനിന്ന കാവ്യ അമ്മയായ സന്തോഷം പോലും ഏറ്റവും ഒടുവിലാണ് അറിയിച്ചത്. അന്നും ഫാൻസ് പേജിലൂടെയാണ് ബേബി ഷവർ ചിത്രങ്ങൾ പങ്കുവയ്ക്കപ്പെട്ടത്. ഇക്കഴിഞ്ഞ ദിവസമാണ് കാവ്യയുടെ മീനാക്ഷി ദിലീപിന്റെയും ഒരു പഴയകാല ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞത്. മീനാക്ഷിയുടെ പിറന്നാൾ ദിനം കാവ്യ മീനാക്ഷി എടുത്തു നിൽക്കുന്ന ചിത്രമാണ് വൈറലായത്. പിന്നാലെ സുജാ കാർത്തികയുടെ വിവാഹദിനം മീനാക്ഷിയെ ചേർത്ത് നിർത്തിയിരിക്കുന്ന കാവ്യ മാധവന്റെ ചിത്രമാണ് ഇതേ ഫാൻ പേജിലൂടെ പുറത്തു വന്നത്. എന്നാൽ മഞ്ജുവും ആ ചിത്രത്തിൽ ഉണ്ടായിരുന്നുവെന്നും അത് വെട്ടിമാറ്റിയാണ് ഈ ചിത്രം എത്തിച്ചത് എന്നുമായിരുന്നു മഞ്ജുവിന്റെ ഫാൻസ് പറഞ്ഞത്. 2 ഫാൻസും കമന്റ് ബോക്സ് വിവിധ അഭിപ്രായങ്ങൾ കൊണ്ട് മൂടുമ്പോൾ ഏറ്റവും ഒടുവിൽ ഫാൻസുകാർ കമന്റ് ബോക്സ് ഓഫാക്കി വെച്ചു. കാവ്യയും തന്റെ പേജിലൂടെ ചിത്രങ്ങൾ പങ്കിടുമ്പോൾ ഇപ്പോഴും കമന്റ് ബോക്സ് ഓഫാക്കി വെക്കുന്ന അവസ്ഥയാണുള്ളത്. പക്ഷേ മീനാക്ഷിക്ക് ഒരു ചേച്ചിയുടെ സ്ഥാനത്തും അമ്മയുടെ സ്ഥാനത്തും നിൽക്കുന്നത് കാവ്യയാണ്. അസൂയക്കാർ എന്തു പറയട്ടെ എന്ന അഭിപ്രായമാണ് കാവ്യ ഫാൻസിനുള്ളത്. അതേസമയം ഡിവോഴ്സ് നടക്കുമ്പോൾ മീനാക്ഷി അച്ഛനൊപ്പം അയക്കാൻ പൂർണ്ണ സമ്മതം നൽകിയത് മഞ്ജുവായിരുന്നു. തന്റെ അച്ഛനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് മറ്റാരെക്കാളും എനിക്കറിയാം. ദിലീപേട്ടനോടൊപ്പം അവൾ സുരക്ഷിതയായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കസ്റ്റഡിയെ ചൊല്ലിയുള്ള നിയമപരമായ പോരാട്ടത്തിൽ അവളുടെ ജീവിതം കുഴപ്പത്തിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദിലീപിന്റെ വ്യക്തിപരവും തൊഴിൽപരവുമായ ഭാവി സംരംഭങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു എന്നാണ് അന്ന് മഞ്ജു കുറിച്ചത്. ഇത് തന്നെയാണ് അതിനുള്ള കാരണവും. അല്ലാതെ മകളെ വേണ്ടെന്ന് വെച്ചുപോയ അമ്മ എല്ലാം മഞ്ജു എന്നതും മനഃപൂർവ്വം കുട്ടിയെ തട്ടിയെടുത്തതല്ല എന്ന് സത്യം ഫാൻസുകാരാണ് മനസ്സിലാക്കേണ്ടതെന്നും അഭിപ്രായമുണ്ട് ആരാധകർക്ക്. വിവാഹമോചനത്തിന് ശേഷം ദിലീപിനും മഞ്ജു വാര്യരെ സംബന്ധിച്ച് പല ചോദ്യങ്ങളും നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. ഞാനും എന്റെ ആദ്യ ഭാര്യയും തമ്മിൽ ഭാര്യ ഭർത്താവ് എന്നതിനപ്പുറം നല്ല ഒരു സൗഹൃദം ഉണ്ടായിരുന്നു എന്നും അത് നഷ്ടപ്പെട്ടതിൽ സങ്കടമുണ്ടെന്നും എന്നാൽ അത് കഴിഞ്ഞ കാലമായി കാണുന്നു എന്നുമാണ് നേരെ ചൊവ്വേ എന്ന ഷോയിൽ ദിലീപ് പറഞ്ഞത്. ഞങ്ങളുടെ വേർപിരിയലിന് കാവ്യ മാധവൻ കാരണമല്ല എന്നും ദിലീപ് അന്ന് വ്യക്തമാക്കിയിരുന്നു.
വിവാഹമോചനത്തിന് ശേഷം ഒരിക്കൽ പോലും മീനാക്ഷി മഞ്ജു വാര്യർക്കൊപ്പം പൊതുവേദികളിൽ കണ്ടിട്ടില്ല. അതുമാത്രമല്ല, ഇരുവരും പരസ്പരം പ്രതിപാദിച്ചിട്ടുമില്ല. മകൾ അമ്മയുടെ ഒപ്പം കാണണമെന്നതാണ് വലിയ മോഹമെന്നാണ് പല ആരാധകരും കുറിക്കാറുള്ളത്. മുൻപ് മഞ്ജുവിന്റെ അച്ഛൻ മരിച്ച സമയത്ത് ദിലീപും മഞ്ജുവും വീട്ടിൽ സന്ദർശിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഡെർമറ്റോളജിയിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്ന മീനാക്ഷി അടുത്തിടെയാണ് ഹൌസ് സർജൻസി പൂർത്തിയാക്കിയത്. അന്ന് ദിലീപും കാവ്യയുമായിരുന്നു മീനാക്ഷിക്കൊപ്പം ഉണ്ടായിരുന്നത്. മീനാക്ഷിയുടെ ബിരുദദാന ചടങ്ങിന് ശേഷമായിരുന്നു മീനാക്ഷി മഞ്ജുവും ഇൻസ്റ്റഗ്രാമിൽ പരസ്പരം ഫോളോ ചെയ്തത്. അതോടെ അമ്മയും മകളും തമ്മിൽ പ്രശ്നങ്ങളില്ലെന്നും പുറമെ സന്തോഷവും സ്നേഹവും കാണിക്കാത്തതാണെന്ന തരത്തിലും സംസാരങ്ങളുണ്ടായിരുന്നു. ഇത് പ്രമുഖ മാധ്യമങ്ങളിലടക്കം വാർത്തയായി വന്നിരുന്നു. എന്നാൽ തൊട്ടടുത്ത ദിവസം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് മീനാക്ഷി മഞ്ജുവിനെ അൺഫോളോ ചെയ്തത്. മഞ്ജു ഇപ്പോഴും മീനാക്ഷിയെ ഫോളോ ചെയ്യുന്നുണ്ട്. ദിലീപുമായുള്ള വിവാഹമോചനത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞുള്ള മഞ്ജു വാര്യരുടെ അഭിപ്രായം വൈറലായിരുന്നു. 1998 മഞ്ജു വാര്യർ സിനിമയിൽ നിന്നും ഇടവേളയെടുത്ത് കുടുംബജീവിതത്തിലേക്ക് പോയത്. ദിലീപുമായുള്ള വേർപിരിയലിനെ കുറിച്ച് ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ ചോദ്യം വന്നപ്പോൾ പറയാനും കേൾക്കാനും വേദനിക്കുന്ന ഉത്തരമാണെങ്കിൽ അത് പറയാതിരിക്കുന്നതല്ലേ നല്ലതെന്നായിരുന്നു മഞ്ജു മറുപടി നൽകിയത്. ദിലീപിന്റെയും തന്റെയും ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഒരിക്കൽ പോലും മഞ്ജുവും ദിലീപും പുറത്തു പറഞ്ഞിട്ടില്ല. എന്നാൽ ഇരുവരും എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. മാത്രമല്ല, സിനിമയിൽ പ്രവർത്തിക്കുന്നവർ തന്നെ പല കഥകളും ഇരുവരെയും കുറിച്ച് പലപ്പോഴായി പറയുകയും ചെയ്തിരുന്നു. വിവിധ തരത്തിലുള്ള വാർത്തകൾ വന്നപ്പോഴും ഒരിക്കൽ പോലും രണ്ടുപേരും പ്രതികരിച്ചിരുന്നില്ല. ആദ്യ വിവാഹം പരാജയമായപ്പോഴും കാവ്യമായി പുതിയൊരു ജീവിതം ദിലീപ് ആരംഭിച്ചു. എന്നാൽ മഞ്ജു വാര്യർ ഇപ്പോഴും സിംഗിൾ ലൈഫാണ് നയിക്കുന്നത്. മീനാക്ഷി ഡോക്ടർ ഡിഗ്രി എടുത്തിട്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ എന്നായിരുന്നു ദിലീപ് മുൻപ് പറഞ്ഞത്. മീനാക്ഷി അഭിനയിക്കണമെന്ന ആഗ്രഹമൊന്നും പറഞ്ഞിട്ടില്ല. അവൾ അവളുടേതായ ലോകത്തിൽ ജീവിക്കുകയാണ്. മീനാക്ഷി ഇത്രയും ആളുകൾക്ക് ഇഷ്ടമാണെന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നവർ മക്കളെയും ഇഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അഭിമാനവും ഉണ്ടാകുന്നുണ്ട്. മക്കളുടെ സന്തോഷമാണ് മാതാപിതാക്കളുടെ സന്തോഷം. മീനാക്ഷിന്റെ സുഹൃത്താണ്. അവൾ ആഗ്രഹിക്കുന്നതെല്ലാം അവൾക്ക് കൊടുക്കാമല്ലാതെ കമന്റ് ചെയ്യാനൊന്നും പറ്റില്ല. അവൾ ഡോക്ടർ ഡിഗ്രി എടുത്തിട്ട് ബാക്കി പിന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്നുമാണ് ദിലീപ് പറഞ്ഞിരുന്നത്.